ഹെൽത്ത് ഈസ് വെൽത്ത്. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. നമ്മളൊക്കെ ദൈനംദിനം കുറേ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്നവരാണ്. നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ മറ്റു മനുഷ്യന്മാരുമായിട്ട് കമ്പയർ ചെയ്യും. എനിക്ക് അത് കിട്ടിയിട്ടില്ലല്ലോ, എനിക്ക് ഇത് കിട്ടിയിട്ടില്ലല്ലോ, അവനിക്ക് അത്രമാത്രം സൗകര്യങ്ങൾ, അവനിക്ക് നല്ല വീട്, നല്ല കാറ്, എനിക്കിത് അത്രത്തോളം ഇല്ലല്ലോ എന്ന് ഓർത്ത് നമ്മൾ ദുഃഖിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്ത് 735 മില്യണോളം മനുഷ്യരാണ് ഒരു നേരം ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്നത്. അതുപോലെ ലോകത്ത് 70% ആൾക്കാർക്കും കഴിക്കാൻ നല്ല ഭക്ഷണവും ധരിക്കാൻ നല്ല വസ്ത്രവും താമസിക്കാൻ നല്ലൊരു പാർപ്പിടവും ഇല്ലാത്ത ആൾക്കാരാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായ പല പല അനുഗ്രഹങ്ങൾ നമുക്ക് ഒരിക്കലും കാണാൻ കഴിയുന്നില്ല. സ്വപ്നങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നല്ല നല്ല വലിയ ലക്ഷ്യത്തിലേക്കുള്ള സ്വപ്നങ്ങളുമാണ് ജീവിതത്തിൽ. അതിനുവേണ്ടി പോരാടണം, അതിനുവേണ്ടി പണിയെടുക്കണം. പക്ഷേ നമുക്കുണ്ടാകുന്ന ഓരോ ദിവസത്തിലുണ്ടാകുന്ന കുറേ അനുഗ്രഹങ്ങളുണ്ട്. നമുക്ക് നല്ല ശ്വാസം കിട്ടുന്നില്ലേ? അപ്പോൾ ഓരോ ദിവസം എണീച്ച് കഴിഞ്ഞാൽ നല്ല ഓക്സിജൻ കിട്ടുന്നു, നല്ല കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടാൻ കഴിയുന്നു. അതേപോലെ തന്നെ നമ്മളെ ജീവിതത്തിൽ കിടക്കാൻ നല്ല വീടുണ്ട്, നല്ല ഫ്ലാറ്റ് ഉണ്ട്, അതേപോലെ കഴിക്കാൻ നല്ല ഭക്ഷണമുണ്ട്, ധരിക്കാൻ നല്ല വസ്ത്രമുണ്ട്. പക്ഷേ നമുക്കിതിനോടൊന്നും ഒരു നന്ദി ഇല്ലാതെയാണ് നമ്മൾ ജീവിക്കുന്നത്. സൃഷ്ടാവ് ഇതൊക്കെ നമുക്ക് എത്രയോ കൊല്ലത്തേക്ക് കോൺട്രാക്ട് ചെയ്ത് നമ്മൾ 60 കൊല്ലം കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പൈസ കൊടുത്തോ ഒന്നുമല്ലല്ലോ നമുക്കിത് കിട്ടുന്നത്. ഇതെല്ലാം നമുക്ക് ഫ്രീ അല്ലേ? ഇതിന് പകരം വെക്കാൻ എത്ര സംവിധാനങ്ങൾ വന്നാലും അതിനല്ലോ, എത്ര പൈസ ചെലവാക്കിയാലും അതിനല്ലോ ഒരു പരിമിതിയുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഏറ്റവും വലിയ സമ്പത്ത് നമ്മൾ ഉണ്ടാക്കുന്ന പൈസയോ അല്ലെങ്കിൽ നമ്മളെ അതെല്ലാം നമുക്ക് അഡീഷണൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഏറ്റവും വലിയ സമ്പത്ത് നമ്മൾ ആരോഗ്യത്തോടുകൂടി ജീവിക്കുക എന്നുള്ളത് അത് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുടെ ജീവിതത്തിൽ. ഈ അനുഗ്രഹം ഒന്നും നമുക്ക് കാലാകാലത്തേക്ക് തന്ന ഒരു സംഭവമല്ല. അത് ഓരോ ദിവസവും നമുക്കത് കിട്ടുമ്പോൾ നമ്മൾ അതിനോട് നന്ദി കാണിക്കാം. ഇത് നാളെ നമുക്ക് ഉണ്ടാവുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയും. ഉണ്ടാവില്ലേ ഒരിക്കലും നമുക്ക് പറയാൻ കഴിയും. ജീവിതത്തിലുണ്ടായ ഈ അനുഗ്രഹങ്ങളോടും ഈ ആരോഗ്യത്തോടൊക്കെ നമ്മൾ നമ്മുടെ സൃഷ്ടാവിനോട് എപ്പോഴും നന്ദിയുള്ളവരാവുക. ഇറ്റ്സ് മീ മുഹമ്മദ് ഫലാ സൈനിങ് ഓഫ്.